വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതേ ഒരു പപ്പായയൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ ഡെയിലി ഡയറ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ പപ്പായ എന്ന് പറയുന്നത്. ഒരെണ്ണം വാങ്ങിച്ചാൽ 3 ദിവസത്തോളം ഇരിക്കും കേട്ടോ. ഇത് ചെറുതായതുകൊണ്ട് ഓൾമോസ്റ്റ് 3 ദിവസം കഷ്ടിച്ചിരിക്കും. വലുതാണെങ്കിൽ അതിലും കൂടുതലിരിക്കും. അപ്പോൾ ഇത് നാടൻ പപ്പായ ഞാൻ മുറിച്ച് നോക്കിയപ്പോൾ വലിയ കളറും ഇല്ല, നിറച്ചു പുഴുവും. അപ്പോൾ എന്തായാലും ഇത് പീസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഉള്ളതായി പീസ് ചെയ്തിട്ടുണ്ട്. അങ്കൂന് ഇത് കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരു ഫ്രൂട്ടാവും, കഴിക്കത്തേ ഇല്ല. അവൻ്റെ സ്മെല്ല് പോലും ഇഷ്ടമില്ല അതിൻ്റെ. അപ്പോൾ ഞാൻ 2-3 പീസ് കഴിച്ച് നോക്കിയപ്പോൾ വലിയ മധുരമൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, പപ്പായ ചിലത് നല്ല മധുരം കേട്ടോ. നമ്മുടെ റെഡ് ലേഡി എന്നൊക്കെ പറയുന്നത് നല്ല കളറും ഒരുവിധം നല്ല മധുരവും ആയിരിക്കും. പിന്നെ കുരുവില്ലാത്ത വെറൈറ്റി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളയാനുള്ളതാണ്. വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കത്തിയും കൂടെ കളയാതിരിക്കാൻ വേണ്ടി അത് മാറ്റി വെക്കട്ടെ. ദേ ഇവിടെ നല്ല മഴയാട്ടോ. മഴയെന്ന് പറഞ്ഞാൽ വെയിലിപ്പോൾ അധികം വരുന്നില്ല. 2 ദിവസമായിട്ട് ഇങ്ങനെ മഴ. പക്ഷേ വലിയ ശല്യമൊന്നുമില്ല കേട്ടോ. ഒരുവിധം ഒരു പച്ചപ്പും ഭംഗിയൊക്കെ ഉണ്ട്. എന്തായാലും മഴയൊക്കെ കുറച്ച് ആസ്വദിച്ചിട്ട് ഇങ്ങനെ കയറുക. അങ്കുദേ ഇവിടെ ഹോളിഡേ ഹോംവർക്കിൻ്റെ തിരക്കില്ല. ഇവർക്ക് സ്കൂൾ തുറന്നതിന് ശേഷമല്ലേ ഹോളിഡേയ്സ് കൊടുക്കുന്നത്, സമ്മർ വെക്കേഷൻ. അപ്പോൾ കുറേ ഹോംവർക്കും കൊടുക്കും കൂടെ. നമ്മൾ നാട്ടിൽ പോയപ്പോൾ അവനതൊന്നും ചെയ്തിരുന്നില്ല. അത് മെല്ലെ ഇരുന്ന് ചെയ്യുക. ഈ ഹോളിഡേ ഹോംവർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറേ പടം വരപ്പും കാര്യങ്ങളൊക്കെ തന്നെ, അല്ലാതെ വലിയ പഠിക്കാനുള്ള ഒന്നുമല്ല കേട്ടോ. കുറച്ച് പിള്ളേരെ ആക്റ്റീവായിട്ട് ഇരുത്താൻ വേണ്ടി ആയിരിക്കണം. ഈ ഫോണും ടി വി ഒന്നും കാണണ്ടെന്ന് വെച്ചിട്ടായിരിക്കണം. എന്തായാലും അത് നന്നായി. അവൻ ദേ ഈ തിരക്കിലാണ്. ഹോളിഡേ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് മാർക്കൊക്കെ കുറയ്ക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പേടിയുണ്ട്. അപ്പോൾ ദേ ഇതെന്താ വെച്ചാലേ നമ്മുടെ ചെടിച്ചട്ടി ഒരു പ്ലാസ്റ്റിക് ആട്ടോ. നമ്മുടെ ചെടിയില്ലേ നേരത്തെ ഒരു അലങ്കാരപ്പന നിന്നത്, നാട്ടിൽ പോയപ്പോൾ നമ്മുടെ ചെടികൾ നമ്മുടെ ഹോർട്ടിക്കൾച്ചറുകാരെ ഏൽപ്പിച്ചിട്ടാണ് പോയതേ. അപ്പോൾ അവർ തിരിച്ചു കൊണ്ട് വെച്ചപ്പോൾ ചട്ടി പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് ചട്ടി തരാം, അതാകുമ്പോൾ അകത്ത് വെക്കാൻ കുറച്ചും കൂടെ സേഫ് ആകുമല്ലോ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുക. പിന്നെ ഒരു സന്തോഷ വാർത്ത, നമ്മുടെ ഈ ചത്തുപോയി എന്ന് വിചാരിച്ച നമ്മുടെ CC പ്ലാന്റ് ആണ്. അതിനകത്തൊരു ബഡ് വരുന്നുണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ എനിക്കൊരു ഹോപ്പുണ്ട്, കാരണം അതിൻ്റെ അടിയിൽ കിഴങ്ങായതുകൊണ്ട് അത് പൊട്ടി മുളയ്ക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് മുളച്ച് വരുന്നുണ്ട്. സന്തോഷമായി എനിക്ക്. പിന്നെ അങ്കൂന് ഞാൻ പറഞ്ഞല്ലോ പപ്പായ ഒട്ടും ഇഷ്ടമില്ലെന്ന്. അപ്പം ഞാൻ അവനൊരു മാംഗോ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാ. അത് കാരണം എന്തേ ചെത്തിപ്പുളി നല്ല മധുരമുള്ള മാങ്ങ. മാങ്ങയുടെ സീസൺ ഇതുവരെ ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ സീസൺ ആകുമ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് ഏതാണെന്ന് വെച്ചാൽ അത് മാങ്ങയായിരിക്കും. അത് ഏതെങ്കിലും തരത്തിൽ പല രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ റെഡിയാക്കും. അവൻ്റെയും ഫേവറേറ്റാണ്. അവനത് കൊടുത്തപ്പോൾ ഹാപ്പി. നമ്മുടെ മെയ്ഡിനെ കാണിച്ചില്ലെന്ന് വേണ്ട. അതേ ജ്യോതി നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വീട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പൊടിയൊക്കെ തുടച്ച് സൂപ്പറാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതും ഒരു വെറൈറ്റി മാങ്ങയാണ്. നമ്മുടെ നാട്ടിലെ പച്ചരി മാങ്ങ എന്ന് പറയുമെന്ന് തോന്നുന്നു. രാക്കയൊക്കെ പഴമാങ്ങയെന്നാണ് പറഞ്ഞത്. എനിക്ക് എന്താ പേരെന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന ടൈപ്പ് മാങ്ങയാണ്. ഇത് പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുന്ന മാമ്പഴ പുളിശ്ശേരി. അപ്പം ഞാൻ കൊണ്ടുവന്ന ഉടനെ തന്നെ രാത്രിയിലെ രാക്കെ കൊണ്ടുവന്നേ ഞാനത് പീസ് ചെയ്തിട്ട് കഴിച്ചു നോക്കി. നല്ല മധുരം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അണ്ടിക്കൂട് കുഞ്ഞായതുകൊണ്ടേ എനിക്ക് അങ്കുന് കൊടുക്കാൻ ഒരു പേടിയാണ്. എന്തായാലും പുളിശ്ശേരി ഉണ്ടാക്കി വെക്കാൻ നല്ലതാണ്. പിന്നെ അല്ലാതെ ഈ മാങ്ങയുടെ സീസണും ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് നല്ല മധുരമാണ്. ഇതിൻ്റെ പേര് എനിക്കൊന്ന് സിന്ദൂരി എന്നാന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. കർണാടകയിൽ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഈ ഓയിൽ മിൽസ് കണ്ടു വെളിച്ചെണ്ണയുടെ. ഈ തെങ്ങൊക്കെ ഉള്ള പാടമൊക്കെ ഉണ്ടല്ലോ അവിടെ. പാടമല്ല, തോപ്പുകൾ. അപ്പോൾ അവിടെ ഇങ്ങനെ വെളിച്ചെണ്ണയുടെ മില്ലിൽ ഞങ്ങൾ 5 കിലോ വാങ്ങിച്ചു. 250 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരി കൂടി വെളിച്ചെണ്ണയുടെ വിലയെന്ന് എൻ്റെ അനിയത്തി പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മുടെ മാങ്ങ ഞാൻ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 10-14 മാങ്ങ എടുത്തിട്ടുണ്ടേ. അതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും കരിവേപ്പിലയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ അങ്ങ് വേവിക്കുക. 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ. പിന്നെ ആവി മാറിയിട്ട് നമുക്ക് തുറന്നിട്ട് അരപ്പും തൈരും ഒക്കെ ഒഴിച്ച് ഇത് 2-3 ദിവസം ഫ്രിഡ്ജിൽ സുഖമായിട്ടിരിക്കും കേട്ടോ. അപ്പം ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എന്തെങ്കിലും ഒരു സൈഡിൽ ഉപ്പേരി പോലെ ഉണ്ടാക്കിയാൽ ഹാപ്പിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഞാൻ തേങ്ങയും ജീരകവും കൂടെ അരച്ച് ഒഴിക്കുന്നുണ്ട്. ശരിക്കും ഒരു വടക്കൻ സ്റ്റൈലിലാണ് രാക്കയുടെ അമ്മമ്മ പറഞ്ഞ രീതിയിൽ. പക്ഷേ അവിടെ അങ്ങോട്ട് ശർക്കര പഞ്ചസാരയൊക്കെ ചേർക്കും. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ശർക്കര പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഇത് ശരിക്കും ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് തൈര് ഞാൻ ഉറച്ചതാണ്. കുറച്ച് പുളിയുണ്ട്. ഈ സമയത്ത് ഉറയ്ക്കുന്ന തൈരിന് കുറച്ച് പുളി കിട്ടുമല്ലോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്ര പുളി കിട്ടത്തില്ല. അപ്പോൾ ചെറിയ പുളിയുള്ളൊരു തൈര്, ഒരുപാട് പുളിയില്ല. അത് ഇതേ കലക്കി അതിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരത്തിട്ടെടുക്കാം. ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ദിവസം നമുക്ക് സൈഡിൽ എന്തെങ്കിലും ഒരു ഉപ്പേരി പോലെ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ നമ്മുടെ ജോലി എളുപ്പവും. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇഷ്ടം. ഞാൻ കൂടെ വെച്ചത് നമ്മുടെ ചുമന്ന പയറുണ്ടല്ലോ, വെള്ളപ്പയർ. അത് ജസ്റ്റ് ഒന്ന് മെഴുക്കുവരട്ടി പോലെ നമ്മുടെ ഇരുമ്പ് കടായിൽ
സെറ്റപ്പാക്കി. മഴ തകർത്ത് തിമിർത്ത് പെയ്യുക കേട്ടോ. ഈ കാറ്റുമുണ്ട്. രാത്രി ഉച്ചയ്ക്ക് കഴിക്കാൻ വന്ന സമയത്തുള്ള മഴയാട്ടോ. അകത്തിരുന്ന് കാണാൻ നല്ല രസമല്ലേ, പക്ഷെ പുറത്തിറങ്ങുന്നവർക്കാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ മാമ്പഴ പുളിശ്ശേരി സെറ്റാക്കി ആറി എടുത്ത് ഇനി അത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ദിവസം വെക്കാം. ഞാൻ കുറച്ച് ലൂസാക്കി വെച്ചാട്ടോ, ഒരുപാട് കുറുക്കുകാലം പോലൊന്നുമല്ല. ശരിക്കും ചോറിന് ഇത് മാത്രം ഇങ്ങനെ നമ്മൾ അച്ചാറോ എന്തെങ്കിലും കൂട്ടി കഴിച്ചാൽ അത്ര ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടത്തില്ല. അപ്പോൾ അങ്കുവിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമാട്ടോ ഹോളിഡേ ഹോംവർക്കിൻ്റെ തൂവലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവൻ ഇരുന്ന് മെനക്കെട്ട കുറേ സംഭവങ്ങൾ ചെയ്യട്ടോ, പക്ഷെ അങ്ങോട്ട് മെനക്കെടാൻ പാടാ. ഇതിപ്പോൾ ടീച്ചേഴ്സിൻ്റെ നല്ലത് കിട്ടുന്നതുകൊണ്ടാണ് അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. വേറെ ഒന്നുമില്ലൊരു കിരീടമാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇതൊരു ട്രൈബൽ സംഭവം ആയിട്ട് സ്കൂളിൽ ചെന്നിട്ട് ആക്ട് ചെയ്ത് കാണിക്കണം. ഞാനങ്ങ് എൻകറേജ് ചെയ്ത് കൊടുത്തിട്ടോ, എനിക്ക് പൊട്ടിച്ചിരി വരുമായിരുന്നു. അപ്പോൾ നമ്മുടെ വിളക്കൊക്കെ കത്തിച്ചു. മഴ നോക്കിയേ, കിച്ചൺ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള മഴയാണ്. ഡിന്നറിന് ചപ്പാത്തി മാവ് ഇപ്പോൾ കുഴച്ച് വരുന്നത് രാക്കയാട്ടോ. സംഭവം നമ്മുടെ മിക്സിയിൽ പുതിയ മിക്സി വാങ്ങിച്ചൊക്കെ ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരും. ഞാൻ അതിനകത്തൊന്നും ചെയ്യാൻ പോകത്തില്ല കേട്ടോ. രാക്കയെ തന്നെ അളന്ന്, രാക്കയ്ക്ക് ഈ അളവൊക്കെ കറക്റ്റായിരിക്കണം, ആ രീതിയിൽ ചെയ്തു തരും. മിക്സിയും കഴുകി വെച്ച് തരും. എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഞാൻ മിണ്ടാൻ പോകത്തില്ല. എൻ്റെ വലിയൊരു ജോലി എന്തായാലും അങ്ങനെ ഒതുങ്ങി കിട്ടി. അതിന് അളവൊക്കെ ഉണ്ട് കേട്ടോ, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആദ്യം അടിച്ചിട്ട് പിന്നെ വെള്ളം കറക്റ്റായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, എന്താ പറയുക, ഒരു ലീഫ്ലെറ്റ് പോലെ. അതിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ ആ രീതിയിൽ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നോക്കിക്കോ, വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാകും. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഉരുണ്ട് വരും. അത് പിന്നെ പുറത്തങ്ങ് എടുത്തിട്ട് നമുക്കത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് പോലും കൈവച്ചൊന്നും പെശക്ക ഒന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് അതിനകത്തൊന്ന് എടുത്ത് ഉരുട്ടി വെച്ചതാ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചപ്പാത്തി നല്ല മയമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ചപ്പാത്തി പോലെയാണ് ഞാൻ ഉണ്ടാക്കി. ഇവിടെ അങ്ങനെയാണ്, ഫുൾക്ക് ഒന്നും ഇത്ര വലിയ താല്പര്യമില്ല രാക്കയ്ക്ക്. അപ്പോൾ കൂടെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു പെട്ടെന്ന് ഈസി ചിക്കൻ കറി. ബോൺലെസ് ചിക്കനാണ് ഞാൻ കൂടുതലും ഞങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അഥവാ ബോൺ ഉണ്ടെങ്കിൽ നമ്മുടെ കാലായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ആക്കാമല്ലോ. നമ്മുടെ കടായിൽ ഉള്ളിയും സവാളയും തക്കാളി, പച്ചമുളക്, കരിവേപ്പില എല്ലാം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, എന്തൊക്കെ മസാലകൾ അതൊക്കെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ചിക്കൻ കഴുകിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് പിടിപ്പിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. കാരണം ഈ ചിക്കനിൽ നിന്ന് നല്ല വെള്ളം ഇറങ്ങുന്നതാണ്. നന്നായിട്ടൊന്ന് പെരട്ടിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം, അത്രേ ഉള്ളൂ, അടച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് നേരം തുറന്നു നോക്കിയപ്പോൾ കണ്ടോ വെള്ളം ഓൾറെഡി ഊരി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുത്താൽ മതി. ഇതിന്ന് വീണ്ടും കുറുകയും ചെയ്യും, പെട്ടെന്ന് വേഗം ചെയ്യും. ബോൺലെസ് അല്ലേ, റെഡി ആയിട്ടുണ്ടേ. In 600 meters, turn left onto the ramp to National Highway 40. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ നമ്മുടെ നാട്ടിലേക്കുള്ള ട്രിപ്പിൽ രാജസ്ഥാനിൽ നിന്ന് വൈകുന്നേരത്തെ ചായയും കുടിച്ച് കഴിഞ്ഞിട്ടല്ലേ നിർത്തിയേ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡിന്നറോട് കൂടി കേട്ടോ. അപ്പോൾ നിർത്തിയ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചയാണ് കണ്ടോ. താഴെ ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ട് ഫാൻ ഇങ്ങനെ കറക്കും. അപ്പം നമുക്ക് നല്ല സുഖമുള്ള കാറ്റെന്താ, വെള്ളം തെറിച്ചിട്ടുള്ളൊരു സ്പ്രിംഗ്ലർ പോലത്തെ. അപ്പോൾ അതിൻ്റെ ഒരു ചുറ്റുപാടാണ് ആ റെസ്റ്റോറൻറ്റ് കേട്ടോ. നല്ല വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എവിടെ വെച്ചാൽ ഗുജറാത്തിലാണ്. നമ്മൾ രാജസ്ഥാൻ കഴിഞ്ഞു ഗുജറാത്തിൽ കയറി, അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പം നോർമലി ഈ ഗുജറാത്തികളുടെ ഫുഡ് കുറച്ച് മധുരമുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. എരിവും ഇല്ല എന്നാൽ മധുരവും ഇല്ല, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. കൂടുതലും ഇങ്ങോട്ടൊക്കെ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് ഉള്ളത്. നമ്മൾ മട്ടർ പനീറും തന്തൂരി റൊട്ടിയും ആയിരുന്നു ഓർഡർ ചെയ്തത്. അതുകൂടാതെ ലസ്സിയും. ഇപ്പം ലസ്സി അലങ്കരിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ സാലഡായിട്ട് നമ്മുടെ റോ ഓണിയനും നാരങ്ങയും മട്ടർ പനീറും ഉണ്ടോ. 2 പ്ലേറ്റ് മട്ടർ പനീറും തന്തൂരി റൊട്ടി അതായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത്. അതൊക്കെ കഴിച്ചിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര സ്റ്റഫ് ചെയ്ത് കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബറോഡയിലാണ് അന്ന് സ്റ്റേ ചെയ്തത് കേട്ടോ. നമ്മളുടെ ഫസ്റ്റ് സ്റ്റേ ആയിരുന്നു ബറോഡയിൽ. അവിടെ ജിഞ്ചർ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിലായിരുന്നു. നല്ല റൂമാണ് കിട്ടിയത് കണ്ടോ. നല്ല ഡെക്കറേഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഡെക്കറേറ്റീവാണ്. ഒരുമാതിരി ഒരു സർക്കിൾ ടൈപ്പ് റൂമായിരുന്നു. ഒരു പില്ലറൊക്കെ കണ്ടോ. സംഭവം നല്ലൊരു കളർഫുള്ളായിരുന്നു.
പിന്നെ ബാത്റൂമാണ് നമുക്ക് മെയിൻലി നല്ല വൃത്തി വേണ്ടത്. നല്ല നീറ്റായിരുന്നു. ഇതെല്ലായിടത്തും ഒരുപോലെ തന്നെ. പിന്നെ ഞാൻ സ്റ്റേ ചെയ്യാൻ എവിടെ നിന്നാലും കംപ്ലീറ്റ് ഒന്ന് അരിച്ച് വെറുക്കാറുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഇതൊക്കെ നോർമലി നമ്മൾ എപ്പോഴും റൂംസ് കാണിക്കാറുണ്ടല്ലോ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ. അതുപോലത്തെ ഉള്ളത് തന്നെയായിരുന്നു. ലോക്കറും വെള്ളവും കാര്യങ്ങളും. കുഞ്ഞു കുപ്പി വെള്ളമായിരുന്നു. അപ്പോൾ 6 കുപ്പി വെള്ളവും കൂടെ രാക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് യൂറ്റിയുടെ ഇഷ്യൂസൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് രാക്കെ കുറേ വെള്ളം എക്സ്ട്രാ 6 കുപ്പി അവർ കൊണ്ടുവന്നു. കുഞ്ഞു ബോട്ടിൽസാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് നമുക്ക് കുടിക്കണം, രാത്രിയിൽ കുടിക്കണം. തികയില്ലോ എന്ന് വെച്ചിട്ട് അവരോട് നേരത്തെ പറഞ്ഞപ്പോൾ അവരതേ 6 കുപ്പി ഇത്രയും വെള്ളം. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ. അപ്പം നമ്മൾ എഴുന്നേറ്റ് ഫ്രഷായി താഴെ പോയി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തുറന്നു നോക്കുന്ന ഒരു ഏരിയ ഇത്. വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, സീനറി ഒന്നും. കുറേ ഫ്ലാറ്റ്സ് എന്തൊക്കെയാണ് ഓപ്പോസിറ്റ് ഉള്ളത്. കൺസ്ട്രക്ഷനും ഓൾമോസ്റ്റ് സിറ്റി ആണല്ലോ. ഇതാണ് ബറോഡ സിറ്റി ആക്ച്വലി. ഭക്ഷണം കഴിക്കാൻ താഴോട്ട് പോകണം. ഞാൻ കുറച്ച് പോഹ എടുത്തു, 2 ബോയിൽഡ് എഗ് എടുത്തു, പിന്നെ കുറച്ച് കോണും ബീൻസും കൂടെ ഒന്ന് സോട്ട് ചെയ്തത്, കൂടെ ബോണ്ട പോലത്തെ ഒരു സാധനം കേട്ടോ. പിന്നെ ചായയും. അവർ പൂരിയോ എന്തൊക്കെയോ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ചായ 2 എണ്ണം കുടിച്ചിട്ടോ. ജിഞ്ചർ ടീ ആയിരുന്നു. പിന്നെ കൂടെ കഴിച്ചത് കുറേ കേക്ക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഗുജറാത്തി സ്വീറ്റും. വയറ് നിറഞ്ഞു. ഇതൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. പിന്നെ റൂമിൽ തിരിച്ച് വന്ന്. നല്ല റൂമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ മെല്ലെ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ഗുജറാത്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മൾ മഹാരാഷ്ട്ര കയറും. അപ്പോൾ കെട്ടും പാണ്ടും ഒക്കെ ആയിട്ട് നമ്മൾ ലിഫ്റ്റിലോട്ട് കയറുകയാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ പ്രാവശ്യം. നമ്മൾ യാത്ര ചെയ്യുമ്പോഴായാലും ചില സമയങ്ങളിൽ ഭയങ്കര അങ്ങ് തിരക്കല്ലേ. ഈ വട്ടം നല്ല ശാന്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹരിയാനയിൽ നിന്ന് നമ്മൾ രാജസ്ഥാൻ കയറി. രാജസ്ഥാൻ കഴിഞ്ഞിട്ട് ഗുജറാത്തിൽ കയറി. ഗുജറാത്ത് സ്റ്റേറ്റിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഗുജറാത്തിൻ്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് നമ്മുടെ എയർ ഇന്ത്യ അഹമ്മദാബാദിലുള്ള അപകടത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഞങ്ങൾ ഇത് നാട്ടിൽ വന്നതിന് ശേഷമാണ് അത് കേട്ടത്. ശരിക്കും ഒത്തിരി എല്ലാവർക്കും ഒരുപാട് വിഷമം തോന്നിയൊരു സംഭവമാണ്. ഇപ്പോഴും നമ്മൾ ന്യൂസൊക്കെ ഇടുമ്പോൾ തന്നെ കാണുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഞെട്ടൽ തന്നെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.